കായലിന്റെയും കടലിന്റെ തൊട്ടിടക്കി കിടക്കുന്ന നാട്ടിൽ നിന്ന് വന്ന് തിരുവനന്തപുരത്തെ കടൽ കാണാൻ വന്ന എന്റെ അമ്മ. മണ്ഡപമായി ത്രിഭുവനം ചഞ്ചലമായി എന്ന് പറയുന്ന പോലെ മൊത്തം ആകാശവും കുറെ കടലും. ഇതാണ് ഒരു പ്രതിമ. അതാരുണ്ടാക്കിയ പ്രതിമ എന്ന് എനിക്കറിയില്ല. എന്തിനാണ് ഇങ്ങനെ ഒരു പ്രതിമ ഇവിടെ ഉണ്ടാക്കി വെച്ചത്? അതും മത്സ്യകന്യകയുടെ വാല് പോലും പൊട്ടിയത്. വികലാംഗയായ ഒരു മത്സ്യകന്യക ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. പണ്ട് യുദ്ധത്തിന് പോയിട്ട് ഇപ്പൊ റെസ്റ്റ് എടുക്കുന്ന പോലെ ഇന്ത്യൻ എയർഫോഴ്സിന്റെ പഴയ ഒരു ഹെലികോപ്റ്റർ ഇവിടെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. ഇത് കറങ്ങോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. ചിലപ്പോൾ കാറ്റടിക്കുമ്പോൾ ഇതിന്റെ പങ്ക കറങ്ങുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇപ്പൊ ഇതിന്റെ തണലത്താണ് ആൾക്കാരൊക്കെ വന്ന് വെയിൽ കൊള്ളാണ്ടിരിക്കുന്നത്. ആ ഒരു പ്രയോജനം എന്നുള്ള രീതിയിലായിരിക്കും അവിടെ കൊണ്ടിട്ടിരിക്കുന്നത്. ഇവിടെ രണ്ടുപേരും നിൽക്കുന്നത് ഏതാണ്ട് ഇത് തൂക്കി വിറ്റാൽ ആക്രി വില കിട്ടും എന്നുള്ള വിശ്വാസത്തിലാണെന്ന് തോന്നുന്നു. ബൈ. പിന്നെ ഞങ്ങൾ അങ്ങനെ ആ വെയിലത്ത് നടന്ന് ബസ് സ്റ്റോപ്പിലേക്ക് പോകാമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തി. അങ്ങനെ ശംഖുമുഖം ബസ് സ്റ്റോപ്പിൽ നിന്ന് ഞങ്ങളൊരു ബസ് കയറി. ആ ബസ്സാണെങ്കിൽ പോകേണ്ടടുത്തതിന് മുന്നേ എവിടെയാ തിരുവനന്തപുരം എയർപോർട്ടൊക്കെ കയറി കറങ്ങിയിട്ടാണ് പോകുന്നത്. അവിടെ ഒരു മനുഷ്യന് ഇറങ്ങാനില്ലെങ്കിലും തിരുവനന്തപുരം എയർപോർട്ട് കാണാനുള്ളൊരു ഭാഗ്യം കിട്ടി എന്നുള്ളൊരു സന്തോഷമുണ്ട്. പ്ലെയിനിൽ കയറാൻ പറ്റിയില്ലെങ്കിൽ എന്താ, ബസ്സിൽ കയറി എയർപോർട്ട് വരെ ഇറങ്ങിയില്ലേ, അതൊക്കെ തന്നെ ധാരാളം.